ബാലേട്ടൻ യഥാർത്ഥ മുസ്ലിം, ബാലേട്ടൻ യഥാർത്ഥ മുസ്ലിം. നമ്മളോ സുന്നികളൊക്കെ മുസ്ലിക്ക് വെച്ചുകൊടുത്തവനെ. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ചോദിക്കട്ടെ മൗലവിമാരെ, ദൈവമേ രക്ഷിക്കണേ എന്ന് അബൂജഹൽ പറഞ്ഞിട്ടില്ലേ? അബൂലഹബ് പറഞ്ഞിട്ടില്ലേ? അവൻ മുസ്ലിമാണോ? കടലിൽ കുടുങ്ങിയ സമയത്ത് ദൈവമേ രക്ഷിക്കണേ എന്ന് അവർ പറഞ്ഞിട്ടില്ലേ? പക്ഷേ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. അള്ളാഹിന് പേരവര് പറഞ്ഞിരുന്നു. അത് ഇമാം നബവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിൽ പറഞ്ഞിട്ടുണ്ട്, ഇമാം റാസി പറഞ്ഞിട്ടുണ്ട്. ഇമാമിങ്ങൾ പറഞ്ഞതേ പേരോട് പറഞ്ഞിട്ടുള്ളൂ. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊരാൾ മുസ്ലിമാകുമോ? അത് അബൂജഹൽ പറഞ്ഞിട്ടില്ലേ? യഥാർത്ഥ മുസ്ലിമായി എന്നല്ലേ പറഞ്ഞത്? ഇവിടെ 3 കാര്യം എന്റെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, അമുസ്ലിമീങ്ങളെ പ്രകോപിപ്പിക്കൽ ഇവർക്കൊരു പദ്ധതിയാണ്. കാരണം ഒരു ബാലേട്ടൻ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടൂല. നമ്മൾ ഹിന്ദുവാണെന്ന് പറഞ്ഞാൽ, സെലഫി ഒരു ഹിന്ദുവാണെന്ന് പറഞ്ഞാൽ സെലഫി ഇഷ്ടപ്പെടുവോ? അതുപോലെ തന്നെ ബാലേട്ടൻ മുസ്ലിമാണെന്ന് ബാലേട്ടൻ ഇഷ്ടപ്പെടുവോ? അപ്പൊ ബാലേട്ടനെ ഒന്ന് പ്രകോപിപ്പിക്കൽ ഇവരെ ലക്ഷ്യമാണ്. തീവ്രവാദികളാണല്ലോ സംഗതി, പ്രകോപിപ്പിക്കൽ ലക്ഷ്യമാണല്ലോ. എന്തിനാണ് ബാലേട്ടൻ യഥാർത്ഥ മുസ്ലിമാണെന്ന് പറഞ്ഞത്? അത് ആ മുസ്ലിം സമുദായത്തിലുള്ള ജനങ്ങളെ പ്രകോപിപ്പിക്കലല്ലേ? ഒന്ന്. രണ്ടാമതായി മുസ്ലിമീങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, യഥാർത്ഥ മുസ്ലിമാണ് ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാലെന്നല്ലേ പറഞ്ഞത്? അള്ളാന്റെ റസൂലിനെയല്ലേ ചോദ്യം ചെയ്തത്? മൽ ഇസ്ലാം, ഇസ്ലാം എന്താണ് നബിയേ? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചോദ്യമാണ്. അപ്പൊ ആദ്യത്തെ മറുപടി തന്നെ അതേ, അന്തസ്ഹദ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ 5 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് വിശ്വസിച്ച് അംഗീകരിച്ച് പ്രഖ്യാപിക്കലാണ്. ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ മുസ്ലിമാകൂന്ന് ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? സലഫി വാ വാ വാ, നാദാപുരത്തേക്ക് വാ, എന്റെ കരയുദ്ധത്തിൽ നിങ്ങളെ ഞാൻ തകർത്തടിച്ചു തരാം, വാ. ഓ മൗലവി, എവിടെയാണിത് പറഞ്ഞത്? ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ മുസ്ലിമാകുമെന്ന് ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? റിപ്പോർട്ട് എവിടെ? സെനദ് എവിടെ? റിപ്പോർട്ട് എവിടെ? സെനദ് എവിടെ? മൗലവി പറയുന്ന കേട്ടോ നിങ്ങൾ. ഞങ്ങളിൽ ഒരു വിശ്വാസമുണ്ടെങ്കിൽ, ആചാരമുണ്ടെങ്കിൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന്, സ്വഹാബത്തിൽ നിന്ന് അങ്ങനെ ഇങ്ങോട്ട് കിട്ടിയതാണ്. ഓ മുസ്ലിം ചെറുപ്പക്കാരാ, നാളെ മുതൽ മുജാഹിദിനെ കണ്ടാൽ നിങ്ങൾ ചോദിക്കണം, റിപ്പോർട്ട് എവിടെ? സെനദ് എവിടെ? റിപ്പോർട്ട് എവിടെ? സെനദ് എവിടെ? ബാലേട്ടൻ ഒന്ന് പറഞ്ഞുപോയി, എന്താ പറഞ്ഞു? ദൈവമേ രക്ഷിക്കണേ. അങ്ങനെ പറഞ്ഞാൽ മുസ്ലിമാകുമെന്നതിന് സെനദ് എവിടെ? റിപ്പോർട്ട് എവിടെ? സലഫിയെ കൊണ്ടുവരുന്ന മുജാഹിദേ, ഒരൽപ്പമെങ്ങാനും നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ, ഇസ്ലാമിൽ നിന്ന് മരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് കാതുകോർത്ത് കേട്ടോ. മൗലവി പറയുന്ന കേട്ടോ നിങ്ങൾ. ഇവിടുത്തെ ബാലേട്ടനോ രാമേട്ടനോ കാഫിറാവില്ലാന്ന്. അതെന്തുകൊണ്ട്? ഒരു പുതിയ വിവരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, അബദ്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, യാഥാർത്ഥ്യമാണ്. ആരെ കാഫിറാവുള്ളൂ എന്നറിയോ? സത്യദീൻ പ്രവാചകന്മാരെത്തിച്ചു കൊടുത്ത് അവരുടെ കാതുകളിൽ തൗഹീദ് എത്തിച്ചതിന് ശേഷം അവർ അതിനെ നിഷേധിക്കുമ്പോഴാണ് ഒരാൾ കാഫിറായി തീരുക. മനസ്സിലായോ? അള്ളല്ലാതെ ആരാധനക്കറിയില്ല എന്ന് ഖുർആനിന്റെ ആയത്ത് കൊണ്ട് ഓതി തെളിയിക്കുക. ഉസ്താദ് വരെ അള്ളല്ലാത്തവരെ ആരാധിക്കാം. നാം മനസ്സിലാക്കണം, ഇതാണ് കാഫ്. ഏത്? ഇതാണ് കാഫ്. ഈ താടിയും തലപ്പാവുള്ള ആളാണ് കാഫ്. ഏത് ഉസ്താദാ പറഞ്ഞത് അള്ളല്ലാത്തവരെ ആരാധിക്കാം? ഏത് ഉസ്താദാ പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്, കള്ളം മാത്രം പറയുന്ന മൗലവിമാര്. അള്ളല്ലാത്തവരെ ആരാധിക്കാൻ ഉസ്താദ് പറഞ്ഞു എന്ന് പ്രസംഗിച്ചാലുള്ള അപകടം നിങ്ങൾക്കറിയോ? നാളെ യഹൂദി വരും. യഹൂദി വന്നിട്ട് പറയും, നിങ്ങളെ ഉസ്താദുമാരൊക്കെ പറയുന്നത് അല്ലാത്തവർ ആരാധിക്കാന്നല്ലേ. പിന്നെ അബൂജഹലിന് എന്താ കുഴപ്പം? ഇത് സമുദായത്തോട് ചോദിക്കാനുള്ള വകുപ്പുണ്ടാക്കുകയാണ്. പക്ഷേ ഞങ്ങൾ ഇപ്പൊ തന്നെ പറയുന്നു, ഇത് ഞങ്ങളെ സമുദായത്തിൽപ്പെട്ട കമ്പനിയാണെന്ന് ഒരാളും തെറ്റിദ്ധരിക്കണ്ട. ഇത് നാവുമ്മൽ വന്നത് പോകുന്ന മൗലവിമാരാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? എന്താണ്? തീർന്നില്ല.
നിരീശ്വരവാദിയാലുകൾ സുന്നിയാകരുതേ. അതൊന്ന് ചുട്ടമനെ. അള്ളാഹു ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യരോട് അല്ല കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാൾ ആരുമില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായാൽ പോലും സാധ്യതയുണ്ട്. കാരണം ഇന്നത്തെ ഊഹിത് സ്വീകരിച്ചോ മുന്നോട്ട് പോവില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ. ഇത് പള്ളിയിലെ ഹുസ്ബയാട്ടോ, ഒരു പള്ളിയിലെ ഹുസ്ബയാണത്. ഇനിയോ മുസ്ലിമീങ്ങളെ, നിരീശ്വരവാദിയാലും സുന്നിയാകരുതെന്നല്ലേ പറഞ്ഞത്? അള്ള ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹം സുന്നിയാകാതിരിക്കലാണെന്നല്ലേ പറഞ്ഞത്? എന്നാൽ അള്ള ഏറ്റവും വലിയ അനുഗ്രഹം ചെയ്ത വ്യക്തി ആരാണ്? ആരാണ് മക്കളെ ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹു തആല കൊടുത്തത്? ആർക്കാ? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുസ്ലിമിനും തർക്കമില്ല ആ റസൂലുള്ള സുന്നിയാണെന്ന്. ഇതേ മൗലവിയുടെ നാവ് കൊണ്ടൊന്ന് പറയട്ടെ. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് യഹൂദിയുടെ ചാരന്മാരല്ലേ? റസൂലുള്ള സുന്നിയാണെന്നവർ പറയുന്നു. അള്ള ഏറ്റവും വലിയ അനുഗ്രഹം ചെയ്യൽ സുന്നിയാകാതിരിക്കലാണെന്നും പറയുന്നു. അപ്പോ റസൂലുള്ളാഹിക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം കിട്ടിയിട്ടില്ല എന്ന് യഹൂദികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ലേ? ഞാനിത് പല സ്റ്റേജിലും ഇട്ടങ്ങ് കൽപ്പിച്ചപ്പോ മൗലവിമാർക്ക് നിൽക്കക്കല്ലിയില്ല. എന്നാൽ ഇപ്പൊ മൗലവി പറയാ, ഇതേ മൗലവി പറയാ, അതേ നാവുണ്ട്, ഞാനിത് വെച്ച് കേൾപ്പിച്ചു റസൂലുള്ള സുന്നിയാണെന്ന് ഇയാൾ പറയുന്നു. അതേ സമയത്ത് സുന്നിയാകാതിരിക്കാൻ ഇന്ന ഏറ്റവും വലിയ കരുണ എന്ന് അയാൾ എന്ന് പറയുന്നു. എന്നാൽ ഞാനിത് കേൾപ്പിച്ചപ്പോ മൗലവി ഇപ്പൊ പറയുന്നു റസൂലുള്ള വഹാബിയാണ്. അതേ മൗലവി സുന്നിയായിരുന്നില്ല, സുന്നിയായിരുന്നില്ല, വഹാബിയായിരുന്നു. അതുകൊണ്ട് കൊല്ലാൻ വന്ന ശത്രുവിന്റെ മുഖത്ത് നോക്കി വഹാബിയായ റസൂല് പറഞ്ഞു അല്ലാഹു എന്ന്. കേട്ടില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരേ നാവ് കൊണ്ടല്ലേ ഇത് പറയുന്നത്? അള്ളാന്റെ റസൂല് സുന്നിയാണെന്നൊരു ദിവസം നമ്മളത് പിടിച്ചിട്ട് ജനങ്ങളങ്ങ് കേൾപ്പിച്ചു കൊടുക്കുമ്പോ അള്ളാന്റെ റസൂല് വഹാബിയായ റസൂല് എന്നല്ലേ ഇപ്പൊ പറയുന്നത്? എന്താണ് ഞാൻ ഇതിനെ സംബന്ധിച്ച് പറയേണ്ടത്? എന്താണ് മുസ്ലിം ലോകം ഇവരെ കുറിച്ച് വിധിക്കേണ്ടത്?